ഇന്ന് ചർച്ച ചെയ്യുന്ന പുസ്തകം സ്മിത നെടുമൻ്റെ രണ്ടാം ലിംഗം എന്ന പുസ്തകമാണ്. അവതരിപ്പിക്കുന്നത് മാറുന്നല്ല സ്തുതി. തുടർ പ്രഭാഷണം ഡോക്ടർ പ്രസന്നകുമാർ. എല്ലാവർക്കും ഈ സൗഹൃദ സാഹിത്യത്തിലേക്ക് സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. ബഹുമാന്യരെ, പുസ്തക ചർച്ച ആരംഭിക്കുകയാണ്. ഇന്ന് നാം ചർച്ച ചെയ്യുന്ന പുസ്തകം ശ്രീമതി സ്മിത നെടുമൺ രചിച്ച രണ്ടാം ലിംഗം എന്നൊരു നോവലാണ്. ഈ പുസ്തകം അവതരിപ്പിക്കുന്നത് നമ്മുടെ സൗഹൃദ സാഹിതിയുടെ ഒരു സ്ഥിരം അംഗവും നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും മുൻപിൽ നിൽക്കുന്നതുമായ ശ്രീ മാറനല്ലൂർ സ്തുതിയാണ്. അദ്ദേഹമാണ് ഇത് അവതരിപ്പിക്കുന്നത്. അതുപോലെ തന്നെ തുടർ പ്രഭാഷണം ചെയ്യുന്നത് നമ്മുടെ സൗഹൃദ സാഹിയുടെ വൈസ് പ്രസിഡന്റ് കൂടിയായ ജോയിൻറ്റ് സെക്രട്ടറി കൂടിയായ ഡോക്ടർ പ്രസന്നകുമാറാണ്. ഈ പുസ്തക ചർച്ചയിൽ സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി നമ്മുടെ സൗഹൃദ സാഹിതിയുടെ സെക്രട്ടറി കൂടിയായ ആദരണീയനായ ശ്രീ GS+ സാറിനെ ക്ഷണിക്കുക. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, നമ്മുടെ പുസ്തക ചർച്ച സമാരംഭിക്കുകയാണ്. ഇത് അവതരിപ്പിക്കുന്ന മാറുന്നല്ല സ്തുതിയാണ്. തുടർ പ്രഭാഷണം ഡോക്ടർ പ്രസന്നകുമാർ. അധ്യക്ഷനായിട്ട് പ്രസിഡന്റ് മോഹനേന്ദ്രനാണ് അധ്യക്ഷത വഹിക്കുന്നത്. എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. ഈ പുസ്തകം അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രീ മാറനല്ലൂർ സ്തുതിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ആരാധനായ പ്രസിഡന്റ്, സെക്രട്ടറി, പുസ്തകത്തിൻ്റെ നോവലിൻ്റെ രചയിതാവ്, തുടർ പ്രഭാഷണം നടത്തുന്ന പ്രസന്നൻ, പ്രിയമുള്ളവർ, ഈ പുസ്തകത്തിനകത്തു മാത്രം നിന്നുകൊണ്ടാണ് ഞാൻ ഈ നോവൽ അവതരിപ്പിക്കുന്നത്. മറ്റു ഭാഗങ്ങളിലേക്കൊന്നും പോകുന്നുമില്ല. അതുകൊണ്ട് തന്നെ 15 മിനിറ്റ് കൊണ്ട് തീർക്കാൻ കഴിയും എന്നാണ് ഞാൻ ധരിക്കുന്നത്. ഇത് എഴുതിയത് സ്മിത നെടുമൺ, അനന്തപുരിയിലെ നെടുമൺ എന്ന സ്ഥലത്ത് ജനിച്ചു വളർന്ന നോവലിസ്റ്റാണ്. നമ്മുടെ സ്വന്തം അനന്തപുരിയുടെ ആളാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യ നോവലാണ്. ഈ നോവലിൻ്റെ പേര് രണ്ടാം ലിംഗം എന്നാണ്. ഇതിൽ വളരെ തന്ത്രപരമായി, വളരെ ശ്രേഷ്ഠമായി തന്നെ തൻ്റെ പുസ്തകം ശ്രദ്ധേയമായി തീരണം എന്ന ഗൂഢോദ്ദേശത്തോടു കൂടിയാണ് ഇതിൻ്റെ പേര് നിശ്ചയിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ നോവലിസ്റ്റിനെ ഞാൻ അഭിനന്ദിക്കുന്നു. രണ്ടാമത്തെ കാര്യം, ഈ ഒരു പുസ്തകം ആദ്യമായി കിട്ടിയാൽ, നമ്മൾ പുതിയതായി ഒരു പുസ്തകം കിട്ടിയാൽ ആദ്യം അതിൻ്റെ കവർ നോക്കും. ഈ കവർ കണ്ടപ്പോൾ അയാൻ ഹുസൈൻ അലി എന്ന് പറയുന്ന കെനിയയിലെ വിദേശകാര്യമന്ത്രിയായിരുന്ന ഒരു വനിതയുണ്ടായിരുന്നു. അവര് മുസ്ലിം സമുദായത്തിൻ്റെ വക്താവാണ്. മുസ്ലിങ്ങൾ സ്ത്രീകളെ ഭോഗവസ്തുക്കളായി മാറ്റുന്നു എന്നതിനെതിരെ ശക്തമായി പ്രതികരിക്കുകയും വാൻ ഗോഗ് എന്ന പ്രശസ്തനായ ചിത്രകാരന്റെ ശേഷകാരനുമായി ചേർന്ന് ഒരു പടം നിർമ്മിക്കുകയും അതിൻ്റെ പേരിൽ വാൻ ഗോഗിന്റെ ശേഷകാരനെ അയത്തുള്ള ഖുമേനിയുടെ ആളുകൾ തലയറുക്കുകയും വയറ് കീറി ആ വയറ്റിലെ കുടല് മാറ്റിയിട്ട് അതിനകത്ത് ഈ അയാൻ ഹുസൈനെ കൊല്ലും എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത കുറിപ്പ് വച്ചിരുന്നു. ആ അയാൻ ഹുസൈൻ ഇന്ന് അമേരിക്കയിൽ ഒളിവിലാണ്. അവരുടെ ജീവചരിത്രവുമായി ബന്ധപ്പെട്ട് ഒരു പുസ്തകം എഴുതുകയുണ്ടായി. ആ പുസ്തകത്തിന്റെ കവർ പേജ് ഇത്തരത്തിൽ വളരെ മനോഹരമായിരുന്നു. എന്തായാലും ഈ കവർ പേജ് കണ്ടപ്പോൾ എനിക്ക് അതാണ് ഓർമ്മ വന്നത്. വളരെ ശ്രദ്ധേയമായി, വളരെ സൂക്ഷ്മമായി തന്നെ അതിൻ്റെ കവർ വരയ്ക്കുവാൻ അവർക്ക് കഴിഞ്ഞു. നോവലിസ്റ്റിന് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു എന്നതാണ് പ്രധാനം. ഇനി ഈ പുസ്തകത്തിൽ 318 പേജുകളാണുള്ളത്. 15 അധ്യായങ്ങൾ, 3 കുടുംബങ്ങൾ, 1-2 അല്ലാത്ത ആളുകളുമായി നിറഞ്ഞു നിൽക്കുന്ന ഒരു നോവലാണിത്. സാധാരണ നോവലിലേക്ക് കടന്നു പോകുമ്പോൾ
ഒരുപക്ഷെ അതിലെ കഥാപാത്രങ്ങളെയൊക്കെ നമുക്കുള്ളിലേക്ക് ആവാഹിച്ചെടുക്കാൻ കഴിയില്ല. കാരണം ഒത്തിരി പുതിയ മുഖങ്ങൾ ഈ നോവലിൽ പല നോവലിന്റെ അകത്തുകൂടി കടന്നു വരും. എന്നാൽ ഈ നോവലിൽ വെറും 3 കുടുംബങ്ങളാണുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുടുംബം എന്ന് പറയുന്നത് പ്രേമ, ശാന്തൻ, ലച്ചു. പ്രേമയുടെ ഭർത്താവ് ശാന്തനും ലച്ചുവും. ഇതാണ് ഈ നോവലിന്റെ കഥാതന്തു. അതിൽ ആദ്യമായി നോവലിസ്റ്റ് ഒരു സംഭവം വിവരിക്കുന്നുണ്ട്. അത് ഞാനൊരു കഥ, ഒരു നടന്ന സംഭവം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം. ഒരു വിദേശത്ത് ജോലി ചെയ്യുന്ന എൻ്റെ ഒരു സുഹൃത്ത്, നോവലിസ്റ്റ്, ഒരു ലേഡി, കവിയാണ്. അവരിങ്ങനെ പലതും അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളെയും കുറിച്ച് തുറന്നു തന്നെ സംസാരിക്കുകയുണ്ടായി. ഒന്നും ഒളിച്ചു വെക്കാറില്ല. നമ്മുടെ സൗഹൃദത്തിനുള്ളിൽ ഒരു കാര്യങ്ങളും ഒളിച്ചു വെച്ചില്ല. അവൻ ഒരിക്കൽ എന്നോട് പറഞ്ഞു, അവരുടെ ഇളയ അച്ഛൻ തന്നെ മടിയിലിരുത്തുകയും 12 വയസ്സുള്ള തന്നെ മടിയിലിരുത്തുകയും അതുപോലെ തന്നെ കരസ്പർശം ആവശ്യമില്ലാത്ത വികാരത്തിന്റെ വായ്പിലേക്ക് തൊട്ടുണർത്തുവാനും ശ്രമിച്ചു എന്ന് വളരെ വേദനയോടുകൂടി എന്നോട് പറഞ്ഞ ഒരു സംഭവം ഉണ്ടായി. അതേ സംഭവം തന്നെയാണ് ഈ പുസ്തകത്തിലെ, ഈ നോവലിലെ ആദ്യമായി നോവലിസ്റ്റ് അവതരിപ്പിക്കുന്നത്. ശാന്തന്റെ സഹോദരൻ ഈ ലച്ചു എന്ന് പറയുന്ന പെൺകുട്ടിയെ അത്തരത്തിൽ ഒരു സംഭവത്തിലേക്ക് വലിച്ചിഴക്കുന്നു. അവിടേക്ക്, ആ വീട്ടിലേക്ക് ഈ പെൺകുട്ടിയെ ക്ഷണിക്കുമ്പോഴൊക്കെ തന്നെ അമ്മയോട് വളരെ വേദനയോടെ ഞാൻ വരുന്നില്ല എന്ന് ഒഴിഞ്ഞു മാറാറുണ്ട്. എന്നാൽ അമ്മ വളരെ ബുദ്ധിമതിയായ അമ്മയാണ്. തൻ്റെ മകളുടെ ഓരോ ചലനങ്ങളും ഇന്നത്തെ കുടുംബം പോലെയല്ല, സൂക്ഷ്മമായി പഠിച്ചുകൊണ്ട് അതുള്ളിലേക്ക് ആവാഹിച്ചുകൊണ്ട് കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് നിൽക്കുന്ന അമ്മ. നോവലിസ്റ്റ് അതിൽ വിജയിച്ചിരിക്കുന്നു. ആ കുഞ്ഞ് അവസാനം ഈ ചരിത്രം പറയുന്നുണ്ട് അമ്മയോട്. അങ്ങനെ തൻ്റെ ഭർത്താവിൻ്റെ സഹോദരനുമായി, ആ കുടുംബവുമായി അവർ തെറ്റുന്നുമുണ്ട്. അതാണ് ആദ്യമായി ഈ എണ്ണാലിംഗം എന്ന പുസ്തകത്തിൽ അതിലെ പെൺകുട്ടിക്ക് അനുഭവിക്കേണ്ടി വന്ന, അല്ലെങ്കിൽ ആ അമ്മയ്ക്ക് അനുഭവിക്കേണ്ടി വന്ന തിക്തമായ അനുഭവം. അത് വളരെ ഇത് വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത് വളരെ അർത്ഥവത്തായി, വളരെ പഠിച്ച് സമൂഹത്തിൽ എവിടെയോ ഒക്കെ മനസ്സിലാക്കിയിട്ടാണ് ഇതെഴുതി. കാരണം ഈ എന്നോട് പറഞ്ഞ എഴുത്തുകാരിയായ വിദേശത്ത് ഇന്നും ജീവിച്ചിരിക്കുന്ന ആ സ്ത്രീ പറഞ്ഞ കാര്യം ഞാൻ പെട്ടെന്ന്, ആ കവി പറഞ്ഞ കാര്യം പെട്ടെന്ന് ഓർമ്മിക്കുന്നു. പിന്നെ രണ്ടാമത്, ഞാൻ ഈ അടുത്ത കാലത്ത് എന്നുള്ള 5 വർഷം ബസ്സിലൂടെ യാത്ര ചെയ്യുകയാണ്. പെട്ടെന്ന് ആ ബസ്സിൽ ഒരു ഷണ്ട നടക്കുന്നു. ലേഡീസ് ഇരിക്കുന്ന ഭാഗത്തിന് തൊട്ടു മുമ്പ്, ജെൻസ് ഇരിക്കുന്നതിൻ്റെ തൊട്ടു മുമ്പായിട്ട് ഇതിനിടയ്ക്കുള്ള ഭാഗത്ത് കുറേ ആളുകളൊക്കെ കൂടി ബഹളം നടക്കുന്നു. നോക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ ആ ബസ്സിൽ യാത്ര ചെയ്യുന്ന പെൺകുട്ടിയുടെ ശരീരത്തിലേക്ക് തൻ്റെ വികാര വായ്പ അടർത്തുന്നതിന് വേണ്ടി ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ബഹളമായിരുന്നു അത് കണ്ടുപിടിച്ചത് തൊട്ടടുത്തിരുന്ന മലക്കറി കച്ചവടക്കാരിയായ സ്ത്രീയായിരുന്നു. അപ്പൊ അയാള് വളരെ വിദഗ്ധമായി പറയുന്നുണ്ട്, അങ്ങനെയുള്ള ഒരു ബസ് പിടിച്ചല്ല, കാറ് പിടിച്ചു പോകണം എന്നൊക്കെ പറയുന്നുണ്ട്. അതേ ഒരു സംഭവം ഈ അമ്മയ്ക്ക്, ഇതിലെ കഥാപാത്രമായ ശാന്തക്ക് തൻ്റെ മകളുമായി ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാവുകയും ഈ അമ്മ അയാളെ അടിക്കുകയും പ്രതികരിക്കുകയും ചെയ്യുന്നു. തീർച്ചയായും വളരെ ശക്തമായി പ്രതികരിക്കാൻ കഴിയുള്ള ഒരമ്മയാണ്. അവരെ പലരും പറയുന്നു അവർ വഴിയിൽ ഇറങ്ങിപ്പോകുന്നു. ഈ സംഭവവും ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണുവാൻ അവസരം കിട്ടിയ സംഭവമാണ്. അതും ഇതിൽ പ്രതിപാദിച്ചു കണ്ടപ്പോൾ നമ്മുടെ നോവലിസ്റ്റ് വളരെ സൂക്ഷ്മമായി സമൂഹത്തിലെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പഠിക്കുവാനോ കാണുവാനോ ഉള്ള അവസരം ഉണ്ടായി എന്നെനിക്ക് തോന്നുന്നു. പിന്നെ മൂന്നാമത്, ഇപ്പൊ ഈ അടുത്ത കാലത്തൊക്കെ നമുക്ക് നോവലുകളില്ല, അല്ലാതെ തന്നെ കാണുന്നതാണ്. മൊബൈലിൽ പെൺകുട്ടികളുടെ നഗ്ന ചിത്രങ്ങൾ പകർത്തി വെച്ചുകൊണ്ട് അവരെ ഭീതിപ്പെടുത്തുന്ന, ഭീഷണിപ്പെടുത്തുന്ന ഒരു തരം വൈകൃതം
ചെറുപ്പക്കാരുടെ വൈകൃതം. അത്തരത്തിൽ ഈ നോവലില് ശ്രീകുട്ടൻ ഇവരുടെ തൊട്ട് അയൽവക്കത്തുള്ള രാധയുടെ മകൻ ശ്രീകുട്ടൻ ഇവരുടെ വീട്ടിൽ കിണറില്ലാത്തത് കൊണ്ട് ആ വീട്ടിലേക്ക് പോവുകയും ആ വീട്ടിലെ കുളിമുറിയിൽ നിന്ന് കുളിക്കുമ്പോൾ അവൾ അറിയാതെ തന്നെ അവളുടെ ചിത്രങ്ങൾ പകർത്തിയെടുക്കുകയും ചെയ്ത ഒരു സംഭവം ഇതിൽ വിവരിക്കുന്നുണ്ട്. അതിപ്പോൾ ഈ അടുത്ത കാലത്തൊക്കെ നമ്മൾ ഈ മൊബൈൽ വന്നതിന് ശേഷം കേൾക്കുന്ന ഒരു സംഭവമാണ്. പക്ഷെ അവിടെ എനിക്കൊരു നിർദ്ദേശമുള്ളത് നോവലിസ്റ്റിന് ഒരു ചെറിയ അബദ്ധം പറ്റി. കാരണം ഇതൊക്കെ ഈ അടുത്ത കാലത്ത് വരുന്നതാണ്. നോവല് കുറച്ചുകൂടി മുമ്പെയാണ് ആരംഭിക്കുന്നത് നോവലിസ്റ്റ്. അപ്പൊ അന്ന് ഈ മൊബൈലിന്റെ ഒന്നും ഇത്തരത്തിലുള്ള ഒരു ഉപയോഗം വന്നിരുന്നില്ല എന്ന് എനിക്കൊരു സംശയം വായിച്ചപ്പോൾ ഉണ്ടായി. പിന്നെ തൻ്റെ കൂട്ടുകാരികൾ, ആ പെൺകുട്ടിയുടെ കൂട്ടുകാരി ശരത്, മാലിനി, ഇവരൊക്കെ അതിൽ വരുന്നുണ്ട്. ഒരു ബ്രോക്കർ സുധാകരൻ അവിടെ വരുന്നുണ്ട്. ഇതിലൊക്കെ വ്യത്യസ്തമായി എനിക്ക് തോന്നിയ മറ്റൊരു കാര്യം, ഈ അടുത്ത വീട്ടിലുള്ള ശ്രീകുട്ടൻ, രാധയുടെ മകൻ, ഈ പെൺകുട്ടിയെ വളരെയധികം ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അത് മുഴുവൻ അമ്മയോട് പറയുന്നുണ്ട്. അമ്മ അത് വളരെ തന്ത്രപരമായി കൈകാര്യം ചെയ്യുന്നുണ്ട്. അവിടെയൊക്കെ നോവലിസ്റ്റ് വിജയിച്ചു എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഒരമ്മ തൻ്റെ മകളുടെ സൂക്ഷ്മതയും മകൾക്ക് മറ്റ് ഒരു വേദനയും വരാത്ത രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ഒരു കാര്യമായ കൈകടത്തൽ അമ്മ നടത്തിയിരിക്കുന്നതായി നോവലിസ്റ്റ് അതിൽ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അത് നല്ല ഒരു എഴുത്തിൻ്റെ ശൈലിയുമാണ്. അപ്പൊ ഈ ശ്രീകുട്ടൻ വിദേശത്തേക്ക് പോകുന്നു. പിന്നെ വരുന്നത് ശ്രീകുട്ടന്റെ രംഗപ്രവേശനം വളരെ പണക്കാരനായ, വളരെ സാമ്പത്തിക ഭദ്രതയുള്ള ഒരു ചെറുപ്പക്കാരനായി എത്തുന്നു. അതോടൊപ്പം തന്നെ ഞാൻ എല്ലാത്തിലെയും കിടക്കുന്നില്ല, ആകെ കൂടെ ഒന്ന് പറയുന്നു എന്നേ ഉള്ളൂ. പിന്നെ വരികയും ഈ കുടുംബവുമായി ശ്രീകുട്ടൻ വളരെ സൗമ്യമായി പോകുന്നതിനുള്ള ഒരു ശ്രമം നടത്തുകയും ചെയ്യുന്നു. ആ ശ്രമത്തിൻ്റെ ഭാഗമായി ഈ ശാന്തയുടെ പ്രേമയുടെ ഭർത്താവിൻ്റെ പേര് ശാന്തനാണ്. ശാന്തൻ ഒരു അപസ്മാര രോഗിയാണ്. ആ രോഗം കൊണ്ട് തന്നെ ഒരിക്കൽ വരികയും അദ്ദേഹത്തിന് വേണ്ട സഹായം ചെയ്തു കൊടുക്കുന്നു. അതുപോലെ തന്നെ ഒരു കട നടത്തുന്ന, അവിടെ നഷ്ടപ്പെട്ട് വളരെ മോശമായിരിക്കുന്ന അവസ്ഥയിൽ ആ കട നല്ലവണ്ണം നടത്തുന്നതിന് വേണ്ടി രൂപ കൊടുക്കുന്നു. ഇതൊക്കെ ഇയാൾ ചെയ്യുമ്പോൾ വീട്ടുകാർക്ക് പെട്ടെന്ന് തോന്നുന്നത് ഈ ശാന്തനും അതുപോലെ തന്നെ പ്രേമയ്ക്കും ഒക്കെ തോന്നുന്നത്, ലച്ചുവിനും ഒക്കെ തോന്നുന്നത് ഈ ചെറുപ്പക്കാരൻ ശ്രീകുട്ടൻ നല്ലവനായി മാറി എന്നാണ്. പക്ഷേ ഇവിടെ നോവലിസ്റ്റ് വളരെ വളരെ വിദഗ്ധമായി അതായത് ബേസിക്കായി ഒരു ചെറുപ്പക്കാരന്റെ ഉള്ളിലുള്ള വൈരൂപ്യത്തിന് ഒരിക്കലും മാറ്റം വരില്ല. എന്തൊക്കെ മേൽമൂടിയിട്ടാലും അത് അങ്ങനെ തന്നെ ഉണ്ടാവും എന്ന് ഈ കഥയിലൂടെ, ഈ നോവലിലൂടെ അവർ പ്രകടിപ്പിക്കാൻ ശ്രമിക്കുന്നത് നോവലിസ്റ്റിന്റെ വിജയത്തിന്റെ ലക്ഷ്യമാണ്. കാരണം സാധാരണ നോവലുകളിൽ ഇങ്ങനെ വരികയും അത് കഴിഞ്ഞ് മാറി നല്ലവനായി അത് അവരിലേക്ക് അവഹമിക്കുകയോ അതിലേക്ക് കൊത്തുകയോ അല്ലെങ്കിൽ മറ്റ് ബന്ധങ്ങൾ ഉണ്ടായിരിക്കുകയോ ഒക്കെ ചെയ്യും. പക്ഷെ ഇവിടെ അവന്റെ ആ വൈരൂപ്യത വലിച്ചു കാണിക്കുവാൻ വേണ്ടി ആ പെൺകുട്ടിയുടെ മുമ്പിലേക്ക് അവനെ മനസ്സിലായും. ആ കൊച്ചിനോട് വളരെ മോശമായി സംസാരിക്കുകയും നിന്നോടുള്ള വൈരാഗ്യം ഞാൻ തീർക്കുവാൻ തന്നെയാണ്, നിന്നെ എൻ്റെ അടിമയാക്കുവാൻ തന്നെയാണ് എന്ന രീതിയിൽ സംസാരിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് ശ്രീകുട്ടനെ എത്തിക്കുന്നു. അതില് നോവലിസ്റ്റ് വിജയിച്ചു എന്ന് പറയാൻ കാരണം ഒരു ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ബേസിക്കായ നേച്ചർ മാറില്ല എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ സ്മിത നെടുമൻ ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് തൻ്റെ മകൾ പഠിച്ചു,
വളരെ ഉന്നതിയിലേക്ക് PG എടുക്കുന്നു. PG എടുത്തിട്ട് കൂട്ടുകാരും ഒത്തുചേർന്ന് മറ്റ് ഉയർന്ന തലത്തിലേക്ക് പഠിക്കുന്നതിന് വേണ്ടി അല്പദൂരേക്ക് ഡൽഹിയിലേക്ക് പോകുവാനുള്ള ശ്രമം നടത്തുന്നു. അതിനുള്ള ഒരു സാമ്പത്തിക ബദ്ധത ആ കുടുംബത്തിനില്ല. അങ്ങനെ വരുമ്പോൾ അതിനു വേണ്ടി പണം കൊടുക്കാൻ വരെ ഈ ശ്രീകുട്ടൻ തയ്യാറാകുന്നു. ശ്രീകുട്ടൻ്റെ ഈ സ്വഭാവം അമ്മയോട് തൻ്റെ മകൾ എല്ലാം ഇത് പറഞ്ഞത് കൊണ്ട് തന്നെ അത് നിഷേധിക്കുന്നു. മാത്രമല്ല, അയാൾ ചിലവാക്കിയ പൈസ തിരിച്ചു കൊടുക്കണമെന്ന ഒരു മനസ്സിന്റെ സാന്നിധ്യത്തിൽ ആ മനസ്സിന്റെ ഉറപ്പുള്ള ആ അമ്മ തൻ്റെ ഭർത്താവായ ശാന്തനോട് പറയുന്നു, നമുക്ക് ഈ വീടങ്ങ് വിൽക്കാം. ഏറ്റവും അതായത് അതിലെ ഒരു പ്രധാനമെന്ന് നമുക്ക് പറയാൻ കരുതുന്നത് കാലത്തിന്റെ കഠിനമായ ഈ വേദനകളെ കാലത്തിന്റെ കഠിനമായ വേദനകളെ സമൂഹത്തിലേക്ക് കുടുംബത്തിലേക്ക് ആവാഹിക്കപ്പെടുന്നത് വളരെ ലാളിത്യത്തോടെ അത് അവതരിപ്പിക്കാൻ നോവലിസ്റ്റിന് കഴിഞ്ഞു എന്നതാണ് മറ്റൊരു കാര്യം. പിന്നെ അതുപോലെ തന്നെ സ്നേഹത്തിൻ്റെയും പ്രേമത്തിൻ്റെയും കാമത്തിൻ്റെയും ഒക്കെ പല ഘട്ടങ്ങളും ഈ നോവലിലൂടെ കടന്ന് നമുക്ക് കാണാൻ കഴിയും. അവസാനം വീട് വിൽക്കുകയും നാട്ടിൽ നിന്ന് പഠിക്കുന്നതിന് വേണ്ടി പോവുകയും ഇതിനിടയിൽ ശ്രീകുട്ടൻ വളരെ തന്ത്രമായി ചില കളികൾ കളിക്കുന്നുണ്ട്. അതായത് ഈ പെൺകുട്ടിയെ വിവാഹം കഴിച്ചോളാം, പലരും അതൊരു സുധാകരൻ ബ്രോക്കറുണ്ട്, അയാളെ കൊണ്ട് പറയിക്കുന്നുണ്ട്. അതുപോലെ ഈ രൂപ മുഴുവൻ വെറുതെ കൊടുത്താണെന്നുള്ള വരുത്തുന്നുണ്ട്. ഇതൊക്കെ ഈ നോവലിൽ പല ഭാഗത്തുകളായി അത് വരുത്തുന്നുവെങ്കിൽ പോലും ആ അമ്മ നിശ്ചയദാർഢ്യമുള്ള തൻ്റെ മകളെ, തൻ്റെ കുഞ്ഞുങ്ങളെ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ഈ സമൂഹത്തിൽ ഇന്നില്ലാത്ത, ഇന്ന് കാണാത്ത, ഇന്ന് പലപ്പോഴും അമ്മയും മകളും തമ്മിൽ ഇത്തരത്തിലൊരു ബന്ധം, ഒരു അടുത്ത ബന്ധം, അത് ഒരു പാഠം കൂടി ഇന്ന് ഈ നോവൽ വായിക്കുന്നവർക്ക് കൊടുക്കുന്നു. തൻ്റെ കുടുംബത്തിലെ കുട്ടികളെ എപ്പോഴും തന്നോടൊപ്പം ചേർത്ത് വെക്കുവാനും പ്രത്യേകിച്ച് പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലും വ്യക്തമായി മനസ്സിലാക്കി അതിനു വേണ്ടിയുള്ള നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഒക്കെ നൽകുവാനും ആരെടുത്താലും സത്യത്തിന്റെ പാതയിലേക്ക് തുറന്നു പോകുവാനുമുള്ള ശ്രമം നടത്തണമെന്ന വളരെ വ്യക്തമായ നിർദ്ദേശം ഈ നോവലിലൂടെ കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ പോകുന്നതിന് മുമ്പ് ഈ പൈസ കൊണ്ടുവന്ന് വീട് വിൽക്കുകയും വീട് വിൽക്കുന്ന ആ വീട് വാങ്ങുന്നത് പോലും ഇയാളാണ്, അയാളുടെ പേര് ശ്രീകുട്ടനാണ്. ആ രൂപ വാങ്ങിയിട്ട് തന്നെ ഈ അമ്മ തൻ്റെ ഭർത്താവിൻ്റെ കടയിലേക്ക് കൊടുത്ത രൂപയും അതുപോലെ തന്നെ ആശുപത്രി, ഈ ശാന്തനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ചെലവാക്കിയ രൂപ നാണ്യം തിട്ടപ്പെടുത്തി കയ്യിലേക്ക് കൊണ്ട് കൊടുക്കുന്ന വളരെ മനോഹരമായി ഒരു കുടുംബത്തിൻ്റെ വീഴ്ചയിലേക്കല്ല ഉയർച്ചയിലേക്ക് എത്തുന്ന ഒരു നല്ല നോവലാണ് ഈ രണ്ടാം ലിംഗം. ഇതിൽ കഥാകാരി ഈ രണ്ടാം ലിംഗം എന്ന പേര് കണ്ടെത്തിയത് വളരെ തത്വപരമായാണ്. കാരണം തൻ്റെ ആദ്യ നോവലാണ്. ആരും ഇത് വായിക്കാതെ പോകരുത്. അതിനു വേണ്ടി വളരെ ശ്രദ്ധാപൂർവം, വളരെ വായനക്കാരൻ്റെ ഉള്ളിലേക്ക് ഒരു ഇതെന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷയുടെ തീക്കുന്തം കൊടുത്തുകൊണ്ടാണ് ഈ നോവലിലേക്ക് പേര് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇത് വായിക്കുമ്പോൾ യഥാർത്ഥത്തിൽ പലതും വായിക്കുമ്പോൾ സാധാരണ ഒരു നോവലിൻ്റെ ഒരു വ്യക്തതയുണ്ട്. വളരെ ആവശ്യമില്ലാത്തതൊന്നും അതിനകത്ത് വിവരിച്ചിട്ടില്ല. പിന്നെ അത് പോയിട്ട് ഈ ഇതിലേക്ക് വരുന്ന കഥാപാത്രം ഒരുപാട് കഥാപാത്രമില്ല. 3 കുടുംബങ്ങൾ, ഒരു ബ്രോക്കർ, പിന്നെ തൻ്റെ കൂട്ടുകാരികൾ, മകളുടെ കൂട്ടുകാരികൾ, ഇങ്ങനെ കുറച്ച് കഥാപാത്രങ്ങൾ. സാധാരണ നോവലെടുത്തു കഴിഞ്ഞാൽ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ആ കഥാപാത്രങ്ങളെ ഉള്ളിൽ നിറച്ചു വെക്കാൻ തന്നെ വളരെ വിഷമവും പ്രയാസവും ഒക്കെയുണ്ട്. പക്ഷേ ഈ നോവൽ വായിച്ചാൽ അതൊന്നുമില്ല. രണ്ടാം ലിംഗം എന്ന പേര് മാറ്റി നിർത്തിയാൽ ഈ നോവല് നല്ലൊരു കുടുംബ നോവലാണെന്ന് പറയേണ്ടി വരും. ഈ നോവൽ എഴുതുന്നത് സ്മിതാ നെടുമൻ വിജയിച്ചിരിക്കുന്നു. അതിൽ ഉള്ള ന്യൂനത എന്ന് പറയുന്ന 2 കാര്യങ്ങൾ. ഒന്ന്, ഇത് ആരംഭിക്കുമ്പോൾ ശ്രീകുട്ടൻ മൊബൈലിൽ അത് പകർത്തി അവളെ പേടിപ്പെടുത്തുന്ന ഒരു ഘട്ടം ഒക്കെ പറയുന്നത്. ആ സമയത്ത് ഈ നോവലിൻ്റെ ആദ്യ ഘട്ടം
പറയുന്നത് വളരെ മുമ്പാണ്. അപ്പോൾ ആ സമയത്തൊന്നും പിന്നെ നമ്മുടെ ഈ മൊബൈലൊന്നും അത്ര പ്രചാരം വന്നിട്ടില്ല എന്നൊരു ന്യൂനത ഞാൻ കാണുന്നുണ്ട്. പിന്നെ ഇനിയും നല്ല കുടുംബ നോവലുകൾ ഈ നോവലിസ്റ്റിൽ നിന്ന് മലയാള ഭണ്ഡാരപ്പുരയ്ക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെ ശക്തിയായി മുന്നിലേക്ക് പോകൂ. തങ്ങളുടെ ആദ്യ നോവൽ വളരെ നല്ല രീതിയിൽ തന്നെ എഴുതുവാനും അത് വായനക്കാരൻ്റെ മുമ്പിൽ കൊടുക്കുവാനും ആ വായനക്കാരെ കൊണ്ട് വായിപ്പിക്കുവാനുള്ള തന്ത്രം ആവിഷ്കരിക്കാനും ഒക്കെ കഴിഞ്ഞ നല്ല ബോൾട്ടായ ഇതിലെ ഈ പ്രേമ എന്ന കുടുംബിനിയായി തന്നെ വളരെ ശക്തിയായി തെളിഞ്ഞു കാണുന്നു. എല്ലാ അഭിനന്ദനങ്ങളും അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. മാറനല്ലൂർ സുധി സാർ വളരെ മനോഹരമായി അവതരിപ്പിച്ചു. ഇനി തുടർ പ്രഭാഷണം നടത്തുന്നത് നമ്മുടെ ഡോക്ടർ പ്രസന്നകുമാർ സാറിന് അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ DS പിള്ള സാർ, ഇവിടെ അവതരിപ്പിച്ച പെട്ടെന്ന് പേര് പറഞ്ഞു മാരനല്ലൂർ സുധി സാർ, ഇന്നത്തെ നമ്മുടെ അതിഥി സ്മിത നെടുമൺ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇവിടെ ഈ നോവൽ ഇവിടെ അവതരിപ്പിക്കപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ചർച്ചയിലാണ്, തുടർ ചർച്ചയാണ് ഞാൻ എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. രണ്ടാം ലിംഗക്കാർ ആ പുസ്തകം ആണ് ചർച്ച ചെയ്യേണ്ടതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വലിയ ഈ സദാചാരവാദിയൊന്നുമല്ല. എന്നിരുന്നാലും അതെന്തായിരിക്കും ആ പുസ്തകം എന്നുള്ള എനിക്കൊരു, പിന്നെ പേര് നോക്കുമ്പോൾ സ്മിത നെടുമൺ, ഒരു സ്ത്രീയാണ് എഴുതിയിരിക്കുന്നത്. എന്തായാലും ഞാനത് ഏറ്റെടുത്തു. ഞാൻ ആദ്യം വിചാരിച്ചത് ഇതൊരു ട്രാൻസ്ജെൻഡർ അവരുടെ കഥയായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. സത്യത്തിൽ അങ്ങനെയായിരുന്നു എൻ്റെ ഇംപ്രഷൻ. ട്രാൻസ്ജെൻഡറിനോട് എനിക്ക് യോജിപ്പില്ലാത്ത ഒരാളാണ് ഞാൻ. സൈക്കാട്രിയിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. ഒരിക്കലും ട്രാൻസ്ജെൻഡർ സംസ്കാരത്തോടോ ആ ഒരു വിഭാഗത്തോടോ എനിക്ക് യോജിപ്പില്ലാത്ത ആളാണ്. എന്നിരുന്നാലും നോക്കട്ടെ എന്ന് എടുത്തിട്ടാണ് ഞാൻ ഈ നോവൽ. എന്തിനും സംസാരിക്കാമല്ലോ, നമ്മുടേതായ ആശയം അത് അവതരിപ്പിക്കാം എന്നുള്ള ഉദ്ദേശത്തിലാണ് എടുത്തത്. പക്ഷെ ഇവിടെ ഒരു സ്ത്രീപക്ഷ വാദിയാണ് നോവലിസ്റ്റ്. ആ നോവലിസ്റ്റ് എന്ന് പറയുന്നത് ശക്തയായ ഒരു ഫെമിനിസ്റ്റ് എന്ന് ഞാൻ പറയില്ല. ഫെമിനിസത്തെ ഞാൻ താല്പര്യമുള്ള ആളല്ല. സ്ത്രീ ശാക്തീകരണവും ഫെമിനിസവുമായിട്ട് ബന്ധമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും സ്ത്രീ ശാക്തീകരണത്തിന്റെ വക്താവാണ് ഈ നോവലിസ്റ്റ് എന്നുള്ളത് പ്രഖ്യാപിക്കപ്പെടുകയാണ്. ഈ നോവലിലുടനീളം പല അവസരങ്ങളിൽ അതിങ്ങനെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നോവലിന്റെ അവസാനം എഴുതിയിരിക്കുന്നത് പുരുഷനൊപ്പം തത്തുല്യമാകട്ടെ സ്ത്രീ ജന്മവും, വേട്ടക്കാരെ ഭയപ്പെടാതെ ജീവിതം സാധ്യമാകട്ടെ, നമ്മുടെ പിറപ്പുകൾക്ക് സമൂഹത്തിന്റെ വികലമായ കാഴ്ചപ്പാടുകൾ മാറട്ടെ. ഇതാണ്. പിന്നെ അത് തന്നെ ഈ അവസാനം കൺക്ലൂഷൻ എന്ന് പറയുന്നത്, സ്ത്രീ എന്ന് പറയുന്നത് കുടുംബത്തിന് വേണ്ടി, ഭർത്താവിന് വേണ്ടി, ബന്ധുമിത്രാദികൾക്ക് വേണ്ടി ജീവിതം ഹോമിച്ച് അവസാനം നടതള്ളപ്പെടുന്ന ലിംഗക്കാരുടെ ഉയർത്തെഴുന്നേൽപ്പ്. അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഒരു സമൂഹത്തിന്റെ ആ സമൂഹം ഒരു സിവിൽ സമൂഹമാണോ, ഒരു സംസ്കാരമുള്ള സമൂഹമാണോ എന്നുള്ള ഒരകല്ലുണ്ട്. വരച്ചു നോക്കാം, സ്വർണ്ണം വരച്ചു നോക്കുന്ന പോലെ. സ്ത്രീയുടെ സ്ഥാനം എന്താണ്? സ്ത്രീയുടെ സ്ഥാനം, രണ്ടാമത് വിഭാഗം എന്ന് പറഞ്ഞാൽ അധ്യാപകരുടെ. ഇവിടെ നമ്മൾ സ്ത്രീയാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. സ്ത്രീയുടെ സ്ഥാനം, സ്ത്രീക്ക് കിട്ടുന്ന മാന്യത, അതാണ് ഒരു സമൂഹത്തിന്റെ സിവിലൈസ്ഡ് ആണോ അല്ലയോ എന്നുള്ളതിന്റെ ഒരകല്ല്. അപ്പൊ ആ ഒരു പക്ഷം വാദിയാണ് ഞാനും. ഇവിടെ ഒരു വിധി വൈപരീത്യമുണ്ട്. ഇതിലെ പ്രധാന കഥാപാത്രം ഡൈവോഴ്സാണ് അല്ലേ. അവരുടെ ഭർത്താവിനെ ശുശ്രൂഷിക്കാൻ അയാള് വളരെ ഉപദ്രവിച്ചിട്ടുണ്ട് ഭാര്യയെ. പക്ഷെ അയാൾ അവസാനം കടന്നു പോകുമ്പോൾ
ശുശ്രൂഷിക്കാൻ ഇവരെത്തുന്നു. വിധി വൈപരീത്യം. നിങ്ങളോടുള്ള താല്പര്യമൊന്നുമല്ല, നിങ്ങളെ ഞാനുമായിട്ട് ബന്ധമില്ല, പണത്തിന് വന്നതാണ് എന്നുള്ളൊരു, അതാണ് ശരിയായ, എനിക്ക് ആ യോജിപ്പ് നിലപാട് അതാണ് എടുക്കേണ്ടത്. സാധാരണഗതിയിൽ പെണ്ണ് ഉരുകിപ്പോകും, കാരണം എൻ്റെ ഭർത്താവാണ്, താലി കെട്ടി എന്നുള്ള ഒറ്റ കാരണത്താൽ അവൾ ജീവിതകാലം മൊത്തം അടിമയായിരിക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാട്, ഫ്യൂഡൽ കാഴ്ചപ്പാടാണ്, മുതലാളിത്തത്തിന്റെ അല്ല. ഇന്നത്തെ നവോത്ഥാന കാലഘട്ടത്തിന്റെ അല്ല, മുതലാളിത്തത്തിലേക്ക് വന്നപ്പോഴാണ്, ജന്മിത്വത്തിൽ നിന്നും മുതലാളിത്തത്തിലേക്ക് വന്നപ്പോഴാണ് ഈ നവോത്ഥാനം ഉണ്ടാകുന്നതും ഇതുപോലെയുള്ള ആശയങ്ങൾ, സ്വാതന്ത്ര്യം, അതുപോലെയുള്ള വ്യക്തി സ്വാതന്ത്ര്യം എന്നൊക്കെയുള്ള ഫ്രഞ്ച് വിപ്ലവത്തോടെയാണ് നമുക്ക് ധാരാളം ആശയങ്ങളുണ്ടായി. അതുവരെ മനുഷ്യനല്ല, മനുഷ്യൻ എന്ന് പറയുന്ന ഇല്ലായിരുന്നു, വെറും മൃഗതുല്യമായ വലിയ ഉയർന്ന ആളുകളും അവരും മനുഷ്യരല്ല, അവർക്ക് മൃദുവായ വികാരങ്ങളോ മാനവികത ഇല്ല. മാനവികത എന്ന് പോലും ഉണ്ടായത് ഈ ഒരു നവോത്ഥാന കാലഘട്ടത്തിന് ശേഷമാണ്. അതിനു മുമ്പ് മാനവികത, മനുഷ്യസ്നേഹം അങ്ങനെയൊന്നുമില്ല. ഇവിടെ പല പല നേർക്കാഴ്ചകൾ, നമ്മുടെ സമൂഹത്തിൽ കാണുന്ന നേർക്കാഴ്ചകൾ, അത് ബസ്സിലുണ്ടായ ഒരു അനുഭവം, അത് സാറ് പറഞ്ഞു കഴിഞ്ഞു, അവതാരകൻ. പിന്നീട് ഒരു രാത്രി ഒരു സ്ത്രീ വരികയാണ് റോഡിലൂടെ. പണ്ടത്തെ സമൂഹം, പണ്ടത്തെ തന്നെ ഒരു കുറച്ചു കാലം മുമ്പ്, ഏതാനും ദശകങ്ങൾ മുമ്പാണെങ്കിൽ ആ സ്ത്രീ സഹോദരിയെ പോലെ കണ്ട് അവരുടെ ഉത്തരവാദിത്വത്തോടെ ഒരു ലൈംഗിക ചുവയില്ലാതെ അവരെ സംരക്ഷിക്കാനും അവർക്കൊന്നും പറ്റാതെ അവർ സേഫായിട്ട് എത്തണമെന്നുള്ളൊരു, ഇപ്പൊ അങ്ങനല്ല, ഒറ്റപ്പെട്ട സ്ത്രീയെ കണ്ടു കഴിഞ്ഞാൽ പകല് പോലും അവളെ ഉപദ്രവിക്കുക എന്നുള്ളൊരു രീതി നടാടെയാണ്. തമ്പാനൂരുണ്ടായിരുന്നു. ഞാൻ ഇവിടെ വന്നപ്പോഴ്, ഞാൻ ഇവിടെ 84 കാലഘട്ടത്തിൽ വന്ന ആളാണ്. അപ്പോൾ പോലും തമ്പാനൂരിലൂടെ പോലും ഒരു സ്ത്രീക്ക് നടക്കാൻ പറ്റത്തില്ല, അത്തരം ഒരു അവസ്ഥയായിരുന്നു. ഒരു കാട്ട് ജംഗിൾ പോലെയുള്ളൊരു രീതിയായിരുന്നു. അതെല്ലാം മാറി, വളരെ ശക്തമായ നിയമ നടപടികളിലൂടെ എല്ലാം മാറി. ഇപ്പോഴും ഉണ്ടല്ലോ. ഇവിടെ വേറൊരു കൊട്ടേഷൻ, ഇവിടെ ഞാൻ ഒരു ഇതിനകത്ത് കോട്ട് ചെയ്യാണ്. താലിച്ചരനായി പുരുഷന്റെ മുന്നിൽ തലകുനിക്കുമ്പോൾ സ്ത്രീ സ്വാതന്ത്ര്യം അവിടെ തീർന്നു കിട്ടും. അയാളിൽ നിന്ന് മോചനം ആഗ്രഹിച്ചാൽ അവളെ അഹങ്കാരി, പിന്നെ സ്വഭാവ ദൂഷ്യം, അനുസരണ ഇല്ലാത്തവൾ, തൻ്റെ അടി, ആരെയും വകവയ്ക്കാത്ത, ഇതൊക്കെ അങ്ങ് ബ്രാൻഡ് ചെയ്തേക്കാണ്. ഇപ്പൊ ഇവന്റെ സ്വഭാവം എല്ലാവർക്കും അറിയാം. ഒരു മനുഷ്യന് ഒരിക്കലും ഒത്തുചേരാൻ പറ്റാത്ത ഒരാളാണെന്ന് നമുക്ക് ബ്രാൻഡഡ് ആയിട്ടൊരാളിന്റെ ഭാര്യയാണെങ്കിൽ പോലും അവർക്ക് വിവാഹമോചനം വേണം എന്ന് പറഞ്ഞാൽ ഇവനെ അല്ലേ കുറ്റപ്പെടുത്തും. പുരുഷ കേന്ദ്രീകൃത സമൂഹമാണ് നമ്മളത്. മെയിൽ ഷോവിനിസം. അപ്പൊ ആ രീതിയിൽ അവൾക്ക് സപ്പോർട്ടല്ല കൊടുക്കേണ്ടത്. ഒരിക്കലും ഈ രീതിയിൽ അവളോട് പക്ഷപാതത്വപരമായ ഒരു സമീപനം, അല്ലെ അവൾക്ക് സുരക്ഷ, അല്ലെ അവളിങ്ങനെ മർദ്ദിക്കപ്പെടേണ്ടവളല്ല എന്നൊന്നുമല്ല. ഇതെല്ലാം പഴയ ഫ്യൂഡൽ കാലഘട്ടത്തിന്റെ ബാക്കി പത്രമാണ്. അതിന് രാഷ്ട്രീയമായ കാരണമുണ്ട്. കാരണം ബ്രിട്ടീഷുകാരോടും ഫ്യൂഡലിസത്തോടും സന്ധി ചെയ്താണ് മഹാത്മാജി സമരം ചെയ്തത്. അതായത് നേതാജിയെ പോലുള്ളൊരു വിട്ടുവീഴ്ചയില്ലാത്ത ഒരു സമരധാര ഇവിടെ തമസ്കരിക്കപ്പെട്ട് കോംപ്രമൈസിങ് ആയിട്ടുള്ള ഫ്യൂഡലിസത്തോടും അതിന്റെ കാഴ്ചപ്പാടുകളോടും ജന്മിത്വത്തോടും ഒക്കെയുള്ള ആ ഒരു വിധേയത്വവും സമരം അങ്ങോട്ട് നോക്കുമ്പോൾ ഗാന്ധിജി സത്യാഗ്രഹം ആരംഭിക്കും. അപ്പോഴും മനുഷ്യന്റെ ആന്തരികമായ ഒരു പുതിയ നവോത്ഥാനത്തിന്റെ മൊത്തം രാഷ്ട്രീയ സ്വാതന്ത്ര്യം കിട്ടിയെന്നല്ലാതെ നമ്മൾ സ്വതന്ത്രരായോ എന്ന് ചോദിച്ചാൽ സാമ്പത്തികമായ സ്വതന്ത്രമില്ല. നിരവധി പേർ ഇപ്പോഴും പട്ടിണിയിലും നമ്മുടെ രാജ്യത്ത് നിന്ന് ഏറ്റവും താഴേക്കിടയിലാണ്. തൊട്ടടുത്ത സൊമാലിയേക്കാളും താഴെ പോകുന്നു എന്നൊക്കെ ചില പത്രവാർത്തകൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ ഒരു അവസ്ഥയാണ്. അപ്പൊ അതിന്റെ അതിന്റെ പ്രതിഫലനമാണ്, അതിന്റെ ഭാഗമാണ്, സമൂഹത്തിന്റെ ഭാഗമാണ്. സ്ത്രീ സ്വാതന്ത്ര്യത്തെ കുറിച്ച് എന്റെ സങ്കല്പം എന്ന് പറയുന്നത് ആളുകളുടെ മോചനം ആയിട്ട് ബന്ധപ്പെടുത്താതെ സ്ത്രീക്ക് മാത്രം സ്വാതന്ത്ര്യമില്ല. സ്ത്രീക്ക് എവിടെ നിന്നാണ് സ്വാതന്ത്ര്യം കിട്ടുന്നത്? പുരുഷന്റെ കയ്യിൽ നിന്നോ? പുരുഷൻ സ്വതന്ത്രനാണോ? സ്വതന്ത്രനായ ഒരാൾക്കല്ലേ സ്വാതന്ത്ര്യം കൊടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലെ അയാളിൽ നിന്ന് സ്വാതന്ത്ര്യം വേണമെങ്കിൽ അവൻ സ്വതന്ത്രനായിരിക്കണം. പുരുഷന്മാർ സ്വതന്ത്രനാണോ? അല്ല, അവനും അസ്വാതന്ത്ര്യവും
അടിച്ചമർത്തലിനും മർദ്ദനത്തിനും സാമൂഹ്യ അനീതിക്കും ഒക്കെ എതിരെ ബഹുഭൂരിപക്ഷം പുരുഷന്മാർ നിലനിൽക്കുന്ന ഒരു സമൂഹത്തില് സ്ത്രീയുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഈ മൊത്ത സമൂഹത്തിന്റെ മോചനവുമായി ബന്ധിപ്പിക്കാതെ സ്ത്രീക്ക് മാത്രമായ സ്വാതന്ത്ര്യം എന്നുള്ള സങ്കല്പം അത് തെറ്റാണ്. ഇതെന്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്കെല്ലാം വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടാകും. പിന്നെ ഒരു വിവാഹം വരുന്ന ഒരു സ്ത്രീക്ക് അപ്പോഴേ അവള് പറയാണ് എനിക്ക് ലഘുവായ ഒരു കല്യാണം മതി, ഒരു 19 പേര് മതി, ഒരു ചെറിയ ചടങ്ങ് നടത്തുക, ഇങ്ങനെ പായസവും വലിയ ഇല ഇട്ടിട്ട് അതിനകത്ത് ഇങ്ങനെ ഒരു ഘോഷയാത്ര, കറികളുടെ തൊടുകറികളുടെ ഇതൊന്നും വേണ്ട എന്ന് അവള് പറയുമ്പോൾ ഇത് ലച്ചുവാണ് പറയുന്നത്. വളരെ അവരുടെ വീട്ടുകാർക്ക് പോലും അത് അംഗീകരിക്കാൻ പറ്റുന്നില്ല. പിന്നെ നാട്ടിലെ ഒരു രീതി എന്ന് പറയുന്നത് പുരുഷന് ജോലി വേണം, സ്ത്രീക്ക് 18 വയസ്സ് മതി. അതാണ് എഴുതിയിരിക്കുന്നത്. 18 വയസ്സ് പൂർത്തീകരിച്ചാൽ പെണ്ണിന് വിവാഹ. കാരണം ഇന്നും പഴയ കാലഘട്ടത്തിൽ സ്ത്രീ വീട്ടിലിരുന്നും, അതായത് ഗോത്രവർഗ കാലത്ത് സ്ത്രീ വീട്ടിലിരുന്നു, പുരുഷൻ വേട്ടയാടി കൊണ്ടുവരുന്നു, കുഞ്ഞുങ്ങളെയും വീട് നോക്കേണ്ടതും വീട് ക്ലീൻ ചെയ്യേണ്ട ബാക്കി എല്ലാ ഉത്തരവാദിത്വം പെണ്ണിന്റെയാണ്. ആ കൾച്ചറിന്റെ തുടർച്ചയാണ്. പക്ഷെ ഇന്ന് സ്ത്രീ ജോലിക്ക് പോകുന്നുണ്ട്, അവർക്ക് വിദ്യാഭ്യാസം നേടുന്നുണ്ട്. അതായത് ഫ്യൂഡൽ കഴിഞ്ഞ് അടിമത്ത സമൂഹം വന്നു, അതിനുശേഷം ജന്മിത്വം വന്നപ്പോഴും എല്ലാം സ്ത്രീയുടെ സ്ഥാനം അതായിരുന്നു. ഹോംലി, അവള് വീട് നോക്കുക, വീട്ടമ്മ. ആധുനിക സമൂഹത്തിലും അതിൻ്റെതായ തുടർച്ചയാണെന്ന്. പക്ഷെ ഇതിന് സംഘർഷം ഉണ്ടാകുന്നുണ്ട്. പണ്ട് ചിന്തിക്കാൻ പറ്റില്ല, ഒരു പെണ്ണ് ജോലിക്ക് പോകാൻ പറയാൻ പറ്റില്ല, ചിന്തിക്കാൻ പറ്റില്ലായിരുന്നു. പക്ഷെ ഇന്ന് ആധുനിക സമൂഹത്തിൽ സ്ത്രീ ജോലിക്ക് പോകുന്നുണ്ട്, പുരുഷനൊപ്പം ജോലിക്ക് പോകുന്നുണ്ട്. എന്തുകൊണ്ട് ഒരു 2 പേര് കമിതാക്കൾ പെണ്ണിന് ജോലി കിട്ടി കഴിഞ്ഞാൽ അവര് ഈ ഭർത്താവ് അല്ല ഈ പുരുഷനെ ഒരുമിച്ച് കല്യാണം കഴിച്ച് അവളുടെ വരുമാനം കൊണ്ട് ജീവിച്ചുകൂടെ? ഇത്തരം ചോദ്യങ്ങൾ ഒത്തിരി ഞാൻ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള ചോദ്യങ്ങളാണ്. പക്ഷെ സമൂഹം അത് കുറച്ചിലായിട്ട് കാണും, അവനെ വെറും കോന്തനായിട്ട് കാണുന്നു. അവള് കോന്തിയല്ലേ, ഒരു പുരുഷന് ജോലിയുണ്ട്, അവളെ ചുറ്റിപ്പറ്റി അല്ലെ ആ ആളിന്റെ വരുമാനം കൊണ്ട് അവള് ജീവിക്കുന്നതിൽ സ്വാഭാവികത. തിരിച്ചെന്തുകൊണ്ടായിക്കൂടാ? ഞാൻ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടെ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു, കണ്ണിന്റെ സ്പെഷ്യലിസ്റ്റാണ്. മാഡം നന്നായിട്ട് പഠിക്കും, മുറച്ചെറുക്കനുണ്ട്, അവൻ പഠിക്കത്തില്ല, 10ാം ക്ലാസ് പരീക്ഷ പാസ്സായില്ല. മാഡം പഠിച്ച് ഡോക്ടറായി, കണ്ണിന്റെ സ്പെഷ്യലിസ്റ്റായി, അവർ വിവാഹം കഴിച്ചു. അദ്ദേഹത്തിന് ജോലിയിൽ ഇപ്പോഴും എന്ത് സ്നേഹമെന്നറിയും. ഇടയ്ക്കിടയ്ക്ക് അവർ വരും. കാരണം ഇവരെല്ലാം ചായ കുടിക്കാൻ വരുന്ന എൻ്റെ ക്യാബിനിലാണ്. കാരണം അവിടെ കുറച്ചുകൂടി ഫ്രീ ആണ്, കുറച്ച് സ്പേഷ്യസ് ആയിരുന്നു. പിന്നെ ഈ മറ്റേ അത്രയും പേഷ്യൻസിന്റെ തള്ളലില്ലാത്തതുകൊണ്ട് ഇവരെല്ലാം അദ്ദേഹം ഇടയ്ക്ക് വരാറുണ്ട്. ഒരു പ്രശ്നവും ഇല്ലാതെ നല്ല രീതിയിൽ ജീവിക്കുന്നു. അവരുടെ വരുമാനം കൊണ്ടാണ് ആ കുടുംബം കഴിയുന്നത്. അദ്ദേഹത്തിനും പ്രശ്നമില്ല, ആർക്കും ഒരു കുഴപ്പമില്ല. ആൾക്കാർക്ക് കുഴപ്പം കാണും, പക്ഷെ അവരത് വകവയ്ക്കുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല. അത്തരം ഒരു അവസ്ഥയിലേക്കാണ് പോകേണ്ടത്. പിന്നെ ഇവിടെ ഈ മകള് പറയുകയാണ് എനിക്ക് പഠിക്കണം, സാമ്പത്തികമായി തകർന്ന് വീട് വിൽക്കുന്ന അവസ്ഥയിലേക്ക് വന്നു. സാർ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോഴാളുകൾ ചോദിക്കുകയാണ്, അവളെ കെട്ടിച്ചു വിട്ടാൽ പോരെ, ആ പൈസ കൊണ്ട് അതുപോലെ ഇവൾക്ക് പഠിക്കണം. നമ്മള് കഥാകൃത്ത് ചോദിക്കുകയാണ്, നോവലിസ്റ്റ് ചോദിക്കുകയാണ്, ഒരു പുരുഷന് വെളിയിൽ വിദേശത്ത് ജോലി വേണം, കിടപ്പാടം പണയം വെച്ചിട്ടാണ് അവന് ദുബായിൽ അയക്കുന്നത്. അങ്ങനെ ഒത്തിരി പേര് പോയി അവിടെ ചുമ്മാതെ നടക്കുന്ന ആളുകൾ ഒത്തിരി പേരുണ്ട്, നമുക്കറിയാം. ആത്മഹത്യ ചെയ്ത ആളുകളുണ്ട്, അവിടെ വളരെ കഷ്ടപ്പെട്ട് ഇവിടത്തേക്കാളും പ്രയാസപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ അവിടെയുണ്ട്. ഞാൻ അവിടെ 1 വർഷം ഉണ്ടായിരുന്നു, എനിക്കറിയാവുന്നതാണ്. അപ്പൊ ആ രീതിയിൽ പുരുഷനോട് ഒരു സ്ത്രീയോട് എപ്പോഴും ഒരു വിവേചനമാണ് ആ കാര്യത്തില്. അതാണ് 2ാം ലിംഗം ഈ നോവലിന് പേര് കിട്ടിയത്. പിന്നെ എല്ലാവരും ആദ്യത്തെ കൺമണി നമ്മുടെ കൊച്ചിലെ മുതൽ നമ്മൾ കേൾക്കുന്ന പാട്ടാണ്, ആണായിരിക്കണം. അപ്പൊ അതും ഫ്യൂഡൽ ബാക്കിപത്രമാണ്. കാരണം അന്ന് കാർഷികാടിസ്ഥാനത്തിലാണ് നമുക്ക് മൈഗ്രേഷനിൽ എങ്ങും പോകണ്ട, വീട്ടിൽ നിന്ന് വെളിയിൽ പോകണ്ട, ദൂരെ യാത്ര ചെയ്യണ്ട. അപ്പൊ ആ കാലഘട്ടത്തിൽ പുരുഷൻ അച്ഛന് ഒരു മകനുണ്ട്, അവൻ കൃഷി നോക്കി നടന്നോളൂ. പെണ്ണാണെങ്കിൽ ചെയ്യാൻ പറ്റത്തില്ല, അവള് വീട്ടിലാണ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ എല്ലാം ഈ ബാക്കിപത്രമാണ്. ഇതിന്റെ എല്ലാം കാരണം ഞാൻ നേരത്തെ പറഞ്ഞ രാഷ്ട്രീയമാണ്. രാഷ്ട്രീയ കാരണമാണ്. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഈ ചുമ്മാ വളിച്ച CPM, CPI, കോൺഗ്രസ്, BJP എന്നുള്ളതല്ല. ഞാൻ വളിച്ചെന്ന് ഞാൻ പറഞ്ഞത് ആ ഒരു കക്ഷി രാഷ്ട്രീയമല്ല, ബേസിക് ആയിട്ടുള്ള രാഷ്ട്രീയം, പൊളിറ്റിക്കൽ സയൻസ്,
അതാണ് ഞാൻ ഉദ്ദേശിച്ചത്, അതുകൊണ്ടാണ് പറയുന്നത്, ക്ഷമിക്കണം. അപ്പൊ അതാണ് കാരണം. പിന്നെ ഈ ശക്തയായ ഒരു സ്ത്രീപക്ഷവാദി ആണ്. തൻ്റെ ഇടം എന്ന് പറഞ്ഞാൽ മോശമല്ല, നല്ല തൻ്റെ ഇടമുള്ളൊരു ആളെന്നുള്ള ഒരു കൊട്ടേഷൻ ഞാൻ ഈ നോവലിൽ വായിക്കുകയാണ്. മകളിടത്ത് പറയാണ്, ഒരാണിനെ കണ്ടാൽ ഭയപ്പെടുകയോ ഭയന്ന് പിന്മാറുകയോ ചെയ്യരുത്. എന്ത് വന്നാലും നേരിടണം. ധൈര്യത്തോടെ ജീവൻ പോകുന്നെങ്കിൽ പോട്ടെ, എന്നാലും ആരെയും ഭയന്ന് ജീവിക്കാൻ പാടില്ല. ആ മകളോട് കൊടുക്കുന്ന ഈ സന്ദേശം ലോകത്തോട് തന്നെ പ്രഖ്യാപിക്കുന്ന ഈ സന്ദേശമാണ്, സ്ത്രീ ശാക്തീകരണത്തിന് ഉള്ള സന്ദേശമാണ്. അത് രണ്ടാം ലിംഗം എന്ന് പറയേണ്ട, രണ്ടും ഒന്നാണ്. അമ്മയ്ക്ക് പിന്നീട് അവൾക്ക് ജോലി കിട്ടി, കാനഡയിലേക്ക് പോകുന്നു. അപ്പം അതുവരെ അമ്മയ്ക്ക് പിന്നിൽ നടന്നിരുന്നവൾ, അമ്മ ചൂണ്ടിക്കാട്ടിയ വഴിയെ സഞ്ചരിച്ചവൾ ഇനി മുതൽ സ്വയം പര്യാപ്തതയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നു. എല്ലാം പാക്ക് ചെയ്യാണ്, അവള് പോകാൻ ഉള്ള ഒരുക്കത്തിലാണ്. ഇവിടെ ഒരു കാര്യമുണ്ട് എനിക്ക് വിയോജിപ്പുള്ളത്. ലച്ചു മകളെ ചേർത്ത് പിടിച്ച് ഉപദേശങ്ങൾ കൊടുക്കുകയാണ് യാത്രാമധ്യേ വിമാനത്താവളത്തിലേക്ക്. നമ്മൾ ഉപദേശങ്ങൾ കൊടുക്കുകയോ, കോഴികളെ കണ്ടിട്ടില്ലേ, മൃഗങ്ങളെ കണ്ടിട്ടില്ലേ, ഒരു സ്ഥലം കഴിയുമ്പോൾ കുത്തി ഓടിക്കുകയാണ്. നീ ജീവിക്കേ, ഈ പുതിയ അന്തരീക്ഷത്തിൽ ഇര തേടാനും ഈ കാട്ടുമൃഗങ്ങളും വന്യതയുള്ള ഈ ലോകത്ത് കാട്ടിൽ ജീവിക്കണമെങ്കിൽ എന്നും എന്റെ ചിറകിന്റെ അടിയിൽ നിന്നാ പോരാ, പരുന്ത് വന്ന് റാഞ്ചും. നീ അതിനെ നേരിടണമെങ്കിൽ നീ തന്നെ ശാക്തീകരിക്കപ്പെടണം. അതാണ് ചെയ്യേണ്ടത്. നമ്മൾ എന്നും ഉപദേശിക്കാൻ നമ്മൾ ഉണ്ടാവും. എന്തായാലും അച്ഛനും മോളും അമ്മയും തമ്മിൽ 20 വയസ്സിന്റെങ്കിലും വ്യത്യാസം ഉണ്ടാകും. 1 വർഷം മുമ്പെങ്കിലും പേരൻസ് ആയിരിക്കും മരിക്കുന്നത്. അപ്പൊ ആ നിലയ്ക്ക് ആ രീതിയിലാണ് ചെയ്യേണ്ടത്. പിന്നെ ഞങ്ങള് കൗൺസിലിങ്ങിൽ ധാരാളം പറഞ്ഞിട്ടുള്ളതാണ്, അമ്മ നിരീക്ഷണം അരോചകമാണ്. കുട്ടികളെ എപ്പോഴും ഇങ്ങനെ നിരീക്ഷിക്കുക, അത് തെറ്റാണ്. ഈ പുതിയ സമൂഹത്തിൽ ഈ കാട്ടാളം സമാനമായ സമൂഹം എന്ന് വേണേൽ പറയാം. അവിടെ കുട്ടികളെ ഇങ്ങനെ നിരീക്ഷിക്കുകയല്ല വേണ്ട, അവര് സമൂഹത്തിൽ ഇറങ്ങി നടക്കാനും പ്രാപ്തരാക്കാനും വേണ്ടി അവരെ എക്വിപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതല്ലാതെ ഇവരിങ്ങനെ എപ്പോഴും സർവിലൻസ്, ഒളിക്യാമറ പോലെ ഇങ്ങനെ ഇരിക്കുകയല്ല വേണ്ടത്. അവിടെയാണ് കുട്ടിയെ ശാക്തീകരിക്കുക എന്നുള്ളതാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് കുറച്ച് അധികം പറയേണ്ടത് ഏകദേശം എല്ലാം പറഞ്ഞു കഴിഞ്ഞു. 10 മിനിറ്റിന്റെ പരിമിതി എന്നറിയാമായിരുന്നു, അതുകൊണ്ട് ആ രീതിയിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഈ നോവലിസ്റ്റിനെ ആ ഒരു കാഴ്ചപ്പാടിനോട് യോജിച്ചുകൊണ്ട് ഇനിയും നല്ല രീതിയിലുള്ള നോവലുകൾ എഴുതട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. തുടർ പ്രഭാഷണം പ്രസന്റ് സാർ വളരെ മനോഹരമായിട്ട് തന്നെ അവതരിപ്പിച്ചു. എന്തായാലും ഇതിനടുത്ത് മറുപടി പറയുന്നതിന് വേണ്ടി സ്മിത നടുമൺ ക്ഷണിക്കുക. എല്ലാവർക്കും നമസ്കാരം. ഇത്തരമൊരു വേദിയിൽ ഈ ഒരു മൈക്കിന്റെ മുമ്പിൽ ഞാൻ ആദ്യമായിട്ടാണ് നിൽക്കുന്നത്, അതുകൊണ്ടൊരു ചെറിയൊരു പരിഭ്രമം എനിക്കുണ്ട്. എൻ്റെ ഈ പുസ്തകം ഇവിടെ ചർച്ച ചെയ്യാൻ അവസരം നൽകിയ ശ്രീ മോഹനചന്ദ്രൻ സാറിനും സൗഹൃദ സമിതിയിലെ മറ്റ് ഭാരവാഹികൾക്കും നന്ദി പറയുകയാണ്. ഒപ്പം ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഓമനക്കുട്ട സാറിനും ഈ അവസരത്തിൽ നന്ദി പറയുന്നു. പുസ്തക അവതരണം നടത്തിയ മാറനല്ലൂർ സുധി സാറിനും പ്രഭാഷണം നടത്തിയ പ്രസന്നകുമാർ സാറിനും നന്ദി പറയുകയാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും നന്ദി പറയുന്നു. പിന്നെ സാറ് പറഞ്ഞ ഒരു മൊബൈലിന്റെ ഒരു കാര്യം പറഞ്ഞു, അത് ആ പുസ്തകത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്. ശ്രീകുട്ടൻ 10ാം ക്ലാസ് പാസ്സായ സമയത്ത് ശ്രീകുട്ടൻ്റെ ഒരു ബന്ധുവുണ്ട്, ഗൾഫിലായിരുന്നത് ബന്ധു. ആ ബന്ധു സമ്മാനം കൊടുത്തതാണ് ആ മൊബൈൽ എന്നാൽ അതിനകത്ത് നോവലിലുണ്ട്. അപ്പോൾ ആ കൺഫ്യൂഷൻ തീർന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നും സ്ത്രീകൾ സ്വതന്ത്രയാണ് എന്ന് പറയുന്നുണ്ട്, പക്ഷേ സ്വതന്ത്രരാണോ എന്ന് നമ്മളൊന്ന് ചിന്തിക്കണം. കാരണം ഇപ്പോഴും സ്ത്രീകൾക്ക് സ്വതന്ത്രമായിട്ട് രാത്രി നല്ലൊരു സന്ധ്യസമയം കഴിഞ്ഞ് പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യത്തിലാണുള്ളത്. പലപ്പോഴും പല കാര്യങ്ങളും ഇന്ന് തന്നെ 12 വയസ്സുള്ളൊരു കുട്ടിയെ പീഡിപ്പിച്ചു. അപ്പൊ എങ്ങോട്ടാണ് ഈ നമ്മുടെ നിയമം തന്നെ നമുക്ക് സംരക്ഷണം ഒരുക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെയാണ് സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ. കുറച്ചുകൂടി ശക്തമായിട്ട് പറയുകയാണെങ്കിൽ സ്ത്രീകൾക്ക് അവർക്ക് വേണ്ടാത്ത ഒരു ബീജത്തെ നശിപ്പിക്കണമെങ്കിൽ പോലും കോടതിയുടെ ഉത്തരവിന് വേണ്ടി കാത്തു നിൽക്കേണ്ട അവസ്ഥയാണ് ഇന്ന് ഉള്ളത്. അപ്പോൾ സ്ത്രീക്ക് സ്വാതന്ത്ര്യം ഉണ്ടോ? ഇല്ലെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഞാൻ നമ്മുടെ ഈ രാജ്യം
നിർഭയമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം നമ്മുടെ കൊച്ചു കേരളവും നിർഭയമാവട്ടെ എന്ന നിറഞ്ഞ പ്രാർത്ഥനയോടെ നന്ദി, നമസ്കാരം. ഈ പുസ്തക ചർച്ചയുടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ ഈ യോഗത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും, അതായത് പ്രത്യേകിച്ച് ഈ പുസ്തകം രചിച്ച സ്മിത നെടുമൺ, പുസ്തകം അവതരിപ്പിച്ച ശ്രീ മാറനല്ലൂർ സുധി, തുടർ പ്രഭാഷണം നടത്തിയ നമ്മുടെ പ്രസന്ന സാറ്, ഈ നേരത്തെ നടന്ന കവി സമ്മേളനത്തിന് അധ്യക്ഷനായ ആറ്റുകാല ഓമനക്കുട്ടൻ, അതുപോലെ തന്നെ ഇന്ന് ഈ പങ്കെടുത്തിരിക്കുന്ന ഓരോരുത്തരും, GS പിള്ള സാറ്, പ്രഭാകരൻ സാറ്, തലയിൽ സാർ, അങ്ങനെ തുടങ്ങി അജിത്ത് തുടങ്ങി എല്ലാവരും ഇന്ന് യോഗത്തിൽ പങ്കെടുത്ത ഓരോരുത്തരെയും ഞാൻ സൗഹൃദ സാധിക്ക് വേണ്ടി കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് ഈ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ യോഗം അവസാനിച്ചിരിക്കും.